ഹായ് ഹലോ വെൽക്കം ടു എപ്പിസോഡ് നമ്പർ 2. കഴിഞ്ഞ എപ്പിസോഡിൽ ഷെയ്ഡ്സും കളേഴ്സും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ എപ്പിസോഡിൽ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ട്രെൻഡി ഡിസൈൻ ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഒരു ആർട്ട് ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ആക്കണം എന്നുള്ളത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ ഞാനിവിടെ ഒരു A4 സൈസിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഷേപ്പ് ഡ്രോ ചെയ്ത് ഐഡ്രോപ്പർ ടൂൾ എടുത്തു, കളർ പിക്ക് ചെയ്തു. ദെൻ ഞാൻ സെയിം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ Ctrl+H ക്ലിക്ക് ചെയ്തിട്ട് ഇത് ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്തു. ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മൂവബിൾ അല്ല. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ഓൺ ചെയ്യാണ്. ഞാനിവിടെ ഹ്യൂ എന്നാണ് ടൈപ്പ് ചെയ്യണത്. നിങ്ങൾക്ക് ഹ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ നെയിമിൽ ചെയ്യാം. ബട്ട് ഞാനിവിടെ ഹ്യൂ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ്, നിങ്ങൾക്ക് കളേഴ്സിൽ വേറെ എന്തെങ്കിലും കളേഴ്സ് ഓപ്ഷൻസ് നോക്കാം. അതല്ല വാട്ട് എവർ ലൈക്ക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് വേറെ ഫോണ്ട് ചൂസ് ചെയ്യാം. നിങ്ങളെ ലൈക്കിന് ചെയ്യാം. സോ ഞാനിവിടെ കുറച്ച് ക്ലീൻ ആയിട്ട് കുറച്ച് ഹൈറ്റ് ഉള്ള ഫോണ്ടാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ബോൾഡായിട്ട്, നമുക്ക് കുറച്ച് ബോൾഡായിട്ടുള്ള ഫോണ്ടാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫോണ്ട് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാനിത് അലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റിൽ ഒരുപാട് എഡിറ്റിങ്സ് ഒന്നും പോസിബിൾ അല്ല. ടെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നതും വെക്റ്റർ ലെയർ എന്ന് പറയുന്നതും വേറെ വേറെ കാര്യമാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ ഒരു വെക്റ്റർ ലെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് എങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഔട്ട്ലൈൻസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. Shift+Ctrl+O ആണ് ഷോർട്ട് കീ വരുന്നത്. സോ ഞാനിത് ക്രിയേറ്റ് ഔട്ട്ലൈൻസ് കൊടുത്തു. ഞാനിത് ഔട്ട്ലൈൻസ് കൊടുത്ത് ഒബ്ജക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് അൺഗ്രൂപ്പ് ചെയ്യാണ്. അൺഗ്രൂപ്പ് ചെയ്തു, പുറത്തൊന്ന് സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഈ ഹ്യൂവിൻ്റെ ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി പോവാണ്. സോ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പകരം ഞാനിവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഒരു അപ്പർ പോർഷൻ മാത്രം, അതായത് ഈ ഈൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം അതിൻ്റെ ആ സെലക്ഷൻ്റെ ഉള്ളിൽ വരുന്ന പോലെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുന്നു. സെയിം മെത്തേഡ് ഞാനിത് താഴോട്ടും ചെയ്യുന്നു. ഷിഫ്റ്റ് സെലക്ട് ചെയ്യുന്നു. ബട്ട് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് യെസ് സെലക്ട് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യാം. സോ യുവിൻ്റെ അവിടെ ഒരു ചെറിയ, അപ്പോൾ നമുക്കൊന്നും കൂടി ഓക്കെ. ബട്ട് നമുക്ക് ഈ പോയിന്റ്സ് വേണ്ട. യെസ് ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ഓക്കെ സെയിം നമുക്ക് ഇതിൻ്റെ താഴെയും കൂടി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒരു പോർഷൻ, ഇതിൻ്റെ ഈ ഒരു പോർഷൻ വേണ്ട. യെസ് ഞാനിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അത്രയും ഹൈറ്റിലേക്ക് ഞാൻ ഇത് ചേഞ്ച് ചെയ്തു. ഇനി ഞാനിത് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഞാനൊന്ന് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂൾ. കളർ ആഡ് ഓൺ ചെയ്യുക. ഐഡ്രോപ്പർ ടൂൾ എടുക്കുക. ഓർ നിങ്ങൾക്ക് ഏതെങ്കിലും കളറിൻ്റെ ഡിഫറൻസ് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ കളർ ആഡ് ഓൺ ചെയ്തു. നമ്മൾ എങ്ങനെ ഇനി ഈ ഒരു ടെക്സ്റ്റിന് ഈ ഒരു എഫക്റ്റ് എങ്ങനെ കൊടുക്കാമെന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് വേണം ഉണ്ടാവാൻ, സെപ്പറേറ്റ് ആവരുത്. സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിലെ എൻവലപ്പ് ഡിസ്റ്റോർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ മേക്ക് വിത്ത് മെഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. Alt+Ctrl+M ആണ് ഷോർട്ട് കീ. മേക്ക് വിത്ത് മെഷ്. സോ ഞാനിത് സെലക്ട് ചെയ്തു. ഇതിൽ റോസും കോളംസും 6 ആക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 4 ഉള്ളത്, ഞാൻ അത് രണ്ടും 6ലേക്ക് ചേഞ്ച് ചെയ്ത് ഓക്കെ കൊടുക്കുക. സോ ഇവിടെ കുറച്ച് ഗ്രിഡ് പോലെ കാണാൻ പറ്റും. ഇപ്പോൾ ഇനി ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. ദിസ് വൺ. ഈ ടൂൾ എടുത്ത് കഴിഞ്ഞ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ലൈൻ ഞാൻ സെലക്ട് ചെയ്യുന്നില്ല, രണ്ടാമത്തെ ലൈൻ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഓരോരോ ലൈനിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ്,
തേർഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫോർത്ത് വൺ, അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതായത് 3 ലൈൻസ് ഞാനിപ്പം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ എഫക്റ്റ് കിട്ടും. സോ ദിസ് ഇസ് അവർ ഫൈനൽ ഔട്ട്പുട്ട്. ഇതുപോലെ ടെക്സ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ മൾട്ടിപ്പിൾ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അസറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഡീറ്റെയിൽ ആയ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാക്കാ ഡിസൈൻ സ്കൂൾ ഒരു അടിപൊളി ഡിസൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. Join now, Kerala's #1 design school for a reason.